ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. പൊങ്കാല നമുക്കെല്ലാവർക്കും അറിയാം. ആറ്റുകാൽ അമ്പലത്തിലെ 9ാം ഉത്സവത്തിൻ്റെ അന്നാണ് നടത്തുന്നത്. അതായത് 2025 മാർച്ച് മാസം 13ാം തീയതി വ്യാഴാഴ്ച. നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഉള്ള ആളുകളാണെങ്കിൽ അവരവരുടെ വീട്ടിലിരുന്ന് പൊങ്കാലയിടാം, വീട്ടുമുറ്റത്ത് പൊങ്കാലയിടാം. അതല്ലെങ്കിൽ റോഡുകളിലൊക്കെ തന്നെ, റോഡിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ തന്നെ ആളുകൾ പൊങ്കാല ഇടാറുണ്ട്. പ്രധാന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പൊങ്കാല ഇടാറുണ്ട്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഇടാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ കൂട്ടായ്മയുള്ള ഒരു ഉത്സവമാണ് ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല നൈവേദ്യം. ഒരിക്കൽ പൊങ്കാല ഇട്ടവർ, ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്ന് പൊങ്കാലയിട്ട എല്ലാവരും തന്നെ പിറ്റേ വർഷം അതിനുവേണ്ടി കാത്തിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വരുന്ന ആളുകൾ പോലും അതെല്ലാം മറന്നിട്ട് പിറ്റേ പ്രാവശ്യം ആ സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലും ഓടിയെത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ പൊങ്കാല അടുപ്പുകളൊക്കെ ഈ തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴേ ആളുകളൊക്കെ സ്ഥലം പിടിച്ചു തുടങ്ങി. ഇനി തലേദിവസം ആകുമ്പം പിന്നെ ജനസമുദ്രമാണ്. എത്രയോ ആളുകൾ വന്നിട്ടാണ് റോഡരികിൽ ഇരുന്ന് ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളുടെ കുളത്തിലൊക്കെ കുളിച്ചിട്ട് രാവിലെ വളരെ സന്തോഷത്തോടു കൂടി പൊങ്കാല ഇടുന്നത്. അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇപ്പം തിരുവനന്തപുരം നഗരം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്ന് പൊങ്കാലയിടാൻ സാധിക്കാത്ത ആളുകളെല്ലാവരും തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത്, ഏത് സ്ഥലത്താണോ നിങ്ങളുള്ളത് ആ വീട്ടുമുറ്റത്ത് നിങ്ങൾക്ക് പൊങ്കാലയിടാം. അതല്ല നിങ്ങൾക്ക് മുറ്റമില്ല, അങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് പൊങ്കാലയിടാനുള്ള സാധിക്കുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കള തലേദിവസം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മത്സ്യമാംസാദികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആ അടുക്കളയിൽ നിന്നും ഒഴിവാക്കി തലേദിവസം ഒരിക്കലെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഗ്യാസിൻ്റെ പുറത്ത് വെച്ചിട്ട്, ഗ്യാസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പൊങ്കാലയിടാം. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അതായത് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് പൊങ്കാലയിടാതെ നിങ്ങളുടെ വീട്ടുമുറ്റത്തിരുന്നാണോ പൊങ്കാലയിടുന്നത്, അങ്ങനെയുള്ള ആളുകളാണെങ്കിലും നമ്മളുടെ വീട്ടിൽ അടുക്കളയിൽ വെച്ചിട്ട് പൊങ്കാലയിടുന്ന ആളുകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിവതും കിഴക്കോട്ട് അടുപ്പ് തിരിച്ചു വെച്ചിട്ട് പൊങ്കാലയിടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അടുപ്പ് എങ്ങോട്ടാണോ ഇരിക്കുന്നത് അതേ വശത്ത് തന്നെ വെച്ച് പൊങ്കാലയിടുക. പക്ഷേ കിഴക്കോട്ട് ഒരു വിളക്ക് തിരി കത്തിച്ച് വെച്ചിട്ട് വേണം പൊങ്കാലയിടാൻ. അതായത് നമ്മുടെ ഗ്യാസ് അടുപ്പ്, നമ്മുടെ ആ സ്ലാബ് ഉണ്ടല്ലോ, സ്ലാബൊക്കെ നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കിയിട്ട് അവിടെ ഗണപതി ഒരുക്ക് വെക്കണം. ആദ്യം തന്നെ ആറ്റുകാലമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയിൽ നിങ്ങൾക്ക് വെക്കാം. ഗണപതിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കുഞ്ഞു വിഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെക്കാം. ഈ 2 കാര്യങ്ങളാണ് നിർബന്ധമായും വെക്കേണ്ടത്. ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ ഗണപതി ഒരുക്ക് വെക്കുക. ഒരു വിളക്ക് അത് കത്തിച്ചിട്ട് അത് ദേവിയായി സങ്കല്പിക്കുക. ആ വിളക്ക് നമ്മൾ തെളിയിക്കുമ്പോൾ 5 തിരിയിട്ട് തെളിയിക്കാൻ ശ്രദ്ധിക്കുക. അതില്ലെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒരു തിരിയിട്ടിട്ട് കത്തിക്കുക. അതാണ് ചെയ്യേണ്ടത്. നിർബന്ധമായും കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് കത്തിക്കണം. തിരിയിട്ട് കത്തിക്കുമ്പോൾ കൂപ്പുകൈയുടെ ആകൃതിയിൽ, അതായത് 2 വശത്തും അപ്പുറവും ഇപ്പുറവും ആയിട്ട് തിരിയിട്ടിട്ട് വളരെ ഭംഗിയായി വേണം വിളക്ക് തെളിയിക്കാനായിട്ട്. അതായത് പടിഞ്ഞാറോട്ടുള്ള തിരിയും കിഴക്കോട്ടുള്ള തിരിയും കൂപ്പുകൈയുടെ ആകൃതിയിൽ ഇരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാം, പൂക്കൾ സമർപ്പിക്കാം, ഗണപതി ഒരുക്ക് നിർബന്ധമായും വെക്കണം. അതാണ് വീട്ടിലിരുന്ന് പൊങ്കാല ഇടുന്നവർ ശ്രദ്ധിക്കേണ്ടുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് പൊങ്കാല ഇടുന്ന സമയം, ആ സമയത്ത് നിങ്ങൾക്ക് മണ്ണിൻ്റെ കലമുണ്ടെന്നുണ്ടെങ്കിൽ ആ മൺകലത്തിൽ നിങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാം. അപ്പം മണ്ണിൻ്റെ കലത്തിൽ പൊങ്കാല സമർപ്പിക്കുന്ന ആളുകൾ ആ കലം നന്നായി കഴുകിയതിന് ശേഷം, അതായത് സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകരുത്, അതല്ലാതെ നല്ല ശുദ്ധമായ വെള്ളത്തിൽ വേണം കഴുകാനായിട്ട്. കുറച്ച് സമയം, അതായത് തലേദിവസം തന്നെ അതിനകത്ത് വെള്ളം ഒഴിച്ച്, ഈ കലത്തിൽ വെള്ളം ഒഴിച്ച് നിങ്ങൾ വെച്ച് നോക്കണം. കാരണം കലത്തിന് എന്തെങ്കിലും കാലിച്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഗ്യാസിൽ വെച്ച് നമ്മൾ പൊങ്കാല ഇടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. അതായത് നമ്മൾ അരി ഇടാനായിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുമല്ലോ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പായസം ഉണ്ടാക്കിയതിന് ശേഷം നെയ്യ് ഇടുന്നതിന് മുമ്പ്
ആ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നെയ്യ് അതിനകത്തേക്ക് ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് അടിക്കൊക്കെ പിടിക്കാതെ ഇരിക്കും. കാരണം ഗ്യാസിൻ്റെ തീ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ, അതല്ല നിങ്ങൾ അടുപ്പിൽ വെച്ചിട്ടാണെങ്കിലും ആദ്യം തന്നെ ഈ ശകലം നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ അത്ര ചില പായസമൊക്കെ നമുക്ക് അടിയിൽ പിടിച്ചതായിട്ട് തോന്നിക്കും. അത് വരാതിരിക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യൊക്കെ ഒന്ന് ചുറ്റിച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അടിക്ക് പിടിക്കില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ നമ്മൾ കലം നന്നായി അലങ്കരിക്കണം. അതായത് പൊങ്കാല ഇടുന്നതിന് മുമ്പായിട്ട് കലം നന്നായിട്ട് കഴുകിയിട്ട് ആ കലത്തിൽ നമ്മൾ ചന്ദനവും സിന്ദൂരവും ഒക്കെ കൊണ്ട് നമ്മൾ നന്നായിട്ട് കലം ഒന്ന് നല്ല ഇതായിട്ട് അലങ്കരിച്ച് പൊട്ടൊക്കെ തൊട്ട് അലങ്കരിച്ച് കലം കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കലത്തിൻ്റെ ആ രൂപത്തിലേക്ക് മാറ്റണം. ഒന്ന് അലങ്കരിക്കണം, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പൊട്ടുകളൊക്കെ തൊട്ട് അലങ്കരിക്കുക. അതിനുശേഷം ഒരു പൂമാല നിങ്ങൾ കലത്തിൻ്റെ വായ ഭാഗത്ത് ഇങ്ങനെ കെട്ടുക. അങ്ങനെ ഭഗവതിക്ക് സമർപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഉത്സവ പ്രതീതിയിൽ വേണം നിങ്ങൾ സമർപ്പിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് പായസം ഉണ്ടാക്കി നമുക്ക് ആ സമയത്ത് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മൺകലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു കലം മേടിക്കാം. അലൂമിനിയത്തിൻ്റെ കലമോ സ്റ്റീൽ കലമോ എന്താണോ, നിങ്ങൾക്ക് പുതിയ കലം മേടിച്ചിട്ട് തവിയൊക്കെ നിങ്ങൾ അടപ്പുമൊക്കെ പുതിയതായിരിക്കണം. പുതിയ പാത്രത്തിൽ വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട്. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി സ്റ്റീൽ കലമാണെങ്കിലും നിങ്ങളൊരു പൂക്കളൊക്കെ കൊണ്ട് ഒരു പൂമാലയൊക്കെ കൊണ്ട് അതിൻ്റെ കഴുത്തു ഭാഗത്തൊക്കെ കെട്ടി അലങ്കരിച്ചിട്ട് വേണം നിങ്ങൾ പൊങ്കാല സമർപ്പിക്കാനായിട്ട്. അങ്ങനെ പൊങ്കാല ഇട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഈ പൂക്കളൊക്കെ, ഈ പൂമാലയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് 2 മാല നിങ്ങൾ കരുതണം, പൂമാലകൾ. എന്നിട്ട് നമ്മൾ നേദിക്കുന്ന സമയത്ത് പുതിയൊരു പൂമാല കൂടി, ഇതിൻ്റെ ആ കരിഞ്ഞ പൂമാല മാറ്റിയിട്ട് പുതിയൊരു പൂമാല കൂടി കെട്ടുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ റോഡിലിരുന്നാണ് പൊങ്കാല ഇടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗണപതി ഒരുക്ക് വെക്കുമ്പം വളരെ കുറച്ച് മാത്രം വെക്കുക. അതായത് നമ്മളിപ്പോൾ ഗണപതി ഒരുക്കെന്ന് പറഞ്ഞ് കടയിൽ ചെന്ന് ചോദിക്കുമ്പം കുറച്ച് കൂടുതൽ നമുക്ക് തരും. ഒരു വലിയ ഉണ്ട ശർക്കരയും കുറേ അവലും മലരും ഒക്കെ നമുക്ക് തരും. അപ്പോൾ അത്രയൊന്നും നിങ്ങൾ എടുത്ത് വെക്കണ്ട. കാരണം ഇത് പലപ്പോഴും ഞാൻ ഈ തിരുവനന്തപുരം നഗരത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് ഇവിടെ ഉപേക്ഷിച്ചിട്ടങ്ങ് പോകും ഈ ഗണപതി ഒരുക്ക്. എന്നിട്ട് ഇതിങ്ങനെ കാക്കയൊക്കെ കുത്തിക്കിടക്കുന്നതായിട്ട് കാണാം. അത് തന്നെയല്ല, നമ്മൾ ഈ ഗണപതി ഒരുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയാലും നമ്മൾ ഈ പൊടിയും ചാരവും ഒക്കെ വീണിട്ട് ഇത് പലപ്പോഴും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത്രയും നിങ്ങൾ വെക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇനി കുറച്ചായാലും കൂടുതലായാലും അത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പൊതിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോവുക. ഇനി അത് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിൽ സമർപ്പിച്ചിട്ട്, അതായത് ഇപ്പോൾ അമ്പലക്കുളത്തിലോ അങ്ങനെ എവിടെയെങ്കിലും ശുദ്ധമായ സ്ഥലത്ത് സമർപ്പിച്ചിട്ട് അത് മീനുകൾക്ക് കൊടുക്കണം. അതല്ലാതെ ഇത് ഇവിടെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് ഒരു കാരണവശാലും പോകരുത്. അപ്പോൾ ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പുലയും ബാലായ്മയുമുള്ളവർ പൊങ്കാല സമർപ്പിക്കരുത്. അതുപോലെ പീരീഡ്സ് ആയിരിക്കുന്നവരും പൊങ്കാല സമർപ്പിക്കരുത്. 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാം. 7 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ശരീരം ശുദ്ധമാണെങ്കിൽ, അതായത് മറ്റ് അശുദ്ധികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ദീപം തെളിയിക്കണം, അത് കിഴക്കോട്ട് തിരിയിട്ട് ദീപം തെളിയിക്കണം. അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഗണപതി ഒരുക്ക് വെക്കണം. ഭഗവതിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് പൊങ്കാല ഇടുന്നവരാണെങ്കിൽ ഭഗവതിയുടെ ഒരു ഫോട്ടോയും കൂടെ വെക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും, അതായത് നെയ്യൊഴിക്കുമ്പോഴും വിളക്ക് കത്തിക്കുമ്പോഴും അതുപോലെ വെള്ളം കലത്തിലേക്ക് പകരുമ്പോഴും അരി ഇടുമ്പോഴും ഒക്കെ തന്നെ നാമം ജപിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഭക്തിയോടുകൂടി ഇത് ഭഗവതിക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ചെയ്യണം. അതുപോലെ ഇത് തിളച്ച് പാകമാകുന്ന ആ സമയം വരെ നിങ്ങൾ നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. അമ്മേ നാരായണ എന്നുള്ള നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ സർവമംഗളമംഗല്യ എന്നുള്ള നാമം നിങ്ങൾ എന്ത് ചെയ്യണം? ജപിച്ചുകൊണ്ടേയിരിക്കണം. അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ പൊങ്കാലയ്ക്ക് വിളക്ക്, അതായത് അടുപ്പ് തെളിയിക്കേണ്ടുന്ന സമയമെന്ന് പറയുന്നത് അന്നേ ദിവസം രാവിലെ 10-15-നാണ്. അപ്പോൾ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തെളിയിച്ച് വെച്ചിരിക്കുന്ന ആ വിളക്കിൽ നിന്ന് വേണം നിങ്ങൾ അടുപ്പിലേക്ക് ദീപം പകരാനായിട്ട്. അപ്പം ആ ഗ്യാസിലേക്കാണെങ്കിൽ പോലും നിങ്ങൾ ആ വിളക്കിൽ നിന്നും വളരെ സൂക്ഷിച്ച് ആ വിളക്ക് എണ്ണയോടുകൂടി കമത്തരുത്. അതിലേക്ക് നിങ്ങൾ വിളക്ക് തെളിയിച്ച് വെക്കുക. അതിലേക്ക് ഒരു ചെറിയ തിരി നിങ്ങൾ സെപ്പറേറ്റ് ആ വിളക്കിൽ നിന്നും ചെറിയ ഒരു തിരി കൊണ്ട് നിങ്ങൾ ആ വിളക്കിൽ നിന്നും ദീപം പകർന്നിട്ട് ആ തിരി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗ്യാസ് കത്തിക്കുക. വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ്
പ്രത്യേകമായി പറയാനുള്ളത്. ഇനി നിങ്ങൾ പൊങ്കാല സമർപ്പിച്ചതിന് ശേഷം, അതായത് പൊങ്കാലയിട്ട് പായസമൊക്കെ നമ്മൾ അടുപ്പിൽ എല്ലാം പാകമായതിനു ശേഷം നിങ്ങൾക്ക് ആഹാരം കഴിക്കാം. അതിനു മുമ്പ് നമ്മൾ സാധാരണ ആഹാരം കഴിക്കാറില്ല. പൊങ്കാല പായസം ആകുന്നതിന് മുമ്പായിട്ട് ചായ വേണമെങ്കിൽ രാവിലെ കുടിക്കാം, അതിൽ ദോഷമില്ല. വയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ചായ കുടിക്കാം, ചായ കുടിക്കുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷേ നമ്മൾ ആഹാരമായിട്ട് കഴിക്കാറില്ല. പൊങ്കാല ഇട്ടതിന് ശേഷമാണ് ആഹാരം കഴിക്കുന്നത്. ഇനി പൊങ്കാല നൈവേദ്യമായി ഭഗവതിക്ക് സമർപ്പിക്കുന്ന സമയമെന്ന് പറയുന്നത് അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:15 അപ്പോൾ അത്രയും സമയം നമുക്ക് നാമം ജപിക്കാം, നമുക്ക് അത്യാവശ്യം ആഹാരമൊക്കെ കഴിക്കാം, അതിലൊന്നും ദോഷമില്ല. ഇവിടെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ആഹാരം കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ കഴിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നാണ് പൊങ്കാല ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് പഴങ്ങൾ എന്തെങ്കിലും മേടിച്ച് വെച്ചാൽ മതി. കാരണം അന്നേ ദിവസം നമ്മൾ ആ സമയം പ്രത്യേകിച്ച് ആ അടുക്കളയിൽ മറ്റൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഴങ്ങൾ എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ട് ആ പഴങ്ങൾ നിങ്ങൾക്ക് അത്രയും സമയം കഴിക്കാം. എന്നിട്ട് നാമം ജപിച്ചിരിക്കുക. 1:15 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പൊങ്കാലക്കലം എടുത്തിട്ട് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾക്ക് നാമം ജപിച്ച് പൂക്കളൊക്കെ സമർപ്പിച്ച് ഭഗവതിക്ക് ഇത് സമർപ്പിക്കാം. ഇനി പൂജാമുറി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് അവിടെ, ഇപ്പോൾ അടുപ്പിൻ്റെ അവിടെ തന്നെയാണ് വെച്ച് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ, വിളക്ക് തെളിയിച്ച് അത്രയും സമയം നമ്മൾ കത്തിച്ച് വെക്കുന്ന ആ വിളക്ക് തെളിഞ്ഞിരിക്കുന്നത് വളരെ ഉത്തമമാണ്. ആ വിളക്കിൻ്റെ അവിടെ നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിച്ച് ഭഗവതിക്ക് വേണ്ടി അമ്മ ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പൂക്കളൊക്കെ നമ്മൾ തന്നെത്താൻ സമർപ്പിച്ച് നമുക്കത് ഭഗവതിക്ക് സമർപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഗണപതി ഒരുക്ക് വെക്കണം. കാരണം നമ്മൾ ഈ ചെയ്യുന്ന ഒരു കാര്യം ഒരു യജ്ഞമാണ്. അപ്പോൾ ആ യജ്ഞത്തിന് മുന്നോടിയായിട്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരാതിരിക്കുന്നതിനായിട്ട് നിർബന്ധമായും ഗണപതി ഒരുക്ക് വെക്കണം. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. ഇവിടെ തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് പൊങ്കാല ഇട്ട് കഴിയുമ്പോഴേക്കും പലരും പറയും ഇവിടെ ആറ്റുകാലമ്മയുടെ മുമ്പിൽ പൊങ്കാല ഇടുമ്പം ഗണപതി ഒരുക്ക് വെക്കണ്ട എന്ന് പറയും. പക്ഷേ ചിലരൊക്കെ വെക്കും, എന്നിട്ട് അതിവിടെ വലിച്ചെറിഞ്ഞിട്ടേച്ച് പോകും. പക്ഷെ അങ്ങനല്ല. നിർബന്ധമായും വളരെ കുറച്ചെങ്കിലും ഗണപതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സമർപ്പിക്കണം. അത് വളരെയധികം ഉത്തമമാണ്. ആ യജ്ഞത്തിനൊരു പൂർണ്ണത കിട്ടണമെങ്കിൽ അത് നമ്മൾ സമർപ്പിക്കുക തന്നെ ചെയ്യണം. ഗണപതി ഭഗവാനെ നിർബന്ധമായും നമ്മൾ പ്രീതിപ്പെടുത്തണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത്. പുതുവസ്ത്രങ്ങൾ ഇട്ടിട്ട് വേണം നമ്മൾ പൊങ്കാല സമർപ്പിക്കാനെന്ന് പറയുന്നു. ഇനി പുതുവസ്ത്രങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അലക്ക് വസ്ത്രങ്ങൾ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പണ്ടത്തെ കാലത്ത് നമ്മൾ അലക്കാൻ കൊടുക്കും. അങ്ങനെ അലക്ക് വസ്ത്രങ്ങളുണ്ട്. എന്തായാലും ശുദ്ധമായ വസ്ത്രങ്ങളായിരിക്കണം നമ്മൾ ഇടേണ്ടുന്നത്. പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങളൊക്കെ നമ്മൾ പീരീഡ്സ് ആയിരിക്കും ഉപയോഗിച്ചിരുന്ന അടിവസ്ത്രങ്ങളൊന്നും തന്നെ ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പുതിയത് മേടിച്ചിട്ട് തന്നെ വേണം ഉപയോഗിക്കാൻ. ഇതൊക്കെ നിങ്ങൾക്കറിയാം, എങ്കിലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വിളക്ക് തെളിയിക്കണം, നിർബന്ധമായും ഒരു മൺചിരാതെങ്കിലും നിങ്ങൾ തെളിയിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായും ശ്രദ്ധിക്കാനുള്ളത്. ഭഗവതിയെ പ്രാർത്ഥിച്ച് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നിശ്ചയിച്ചിട്ട് പൊങ്കാല ഇട്ടോളൂ. തീർച്ചയായിട്ടും ഭഗവതി അത് സാധിച്ചു തന്നിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ ആഗ്രഹങ്ങൾ. ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്ന മനുഷ്യരെ ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും നമ്മൾ ജീവിക്കുന്നവർ. അപ്പോൾ നമ്മളൊക്കെ കുഞ്ഞുങ്ങളുടെ പഠിത്തമായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ അമ്മയോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് പൊങ്കാല സമർപ്പിക്കാം. തീർച്ചയായിട്ടും എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഞാനൊരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പൊങ്കാല സമർപ്പിച്ചു. 3 പൊങ്കാല കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ആഗ്രഹം ഭഗവതി സാധിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അമ്മ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാം. അവിടെയൊക്കെ അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അതല്ലാതെ ഇവിടെ തന്നെ വന്നിരുന്ന് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാമായയാണ്, ശക്തി സ്വരൂപിണിയാണ് ഭഗവതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം, പൊങ്കാല ഇടാം. പൊങ്കാല സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ വിളക്കിൻ്റെ ആ പൊങ്കാലയുടെ മുമ്പിൽ ഇരുന്നിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കാൻ സാധിക്കുന്നെങ്കിൽ അതിൽ പരമൊരു പുണ്യം നിങ്ങൾക്ക് ലഭിക്കാനില്ല. അത്ര ഐശ്വര്യപ്രദമാണ് ആ സമയത്ത് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇനി ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ പോലും അന്നേ ദിവസം ഈ സമയത്ത് നിങ്ങൾ നാമം ജപിച്ചോളൂ. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.